പലരുടെയും സംശയമാണ് മഴ പെയ്യുമ്പോൾ അക്വാപോണിക്സിന് എന്താ സംഭവിക്കുക എന്നുള്ളത്. ഒന്നും സംഭവിക്കില്ല, ഇതേപോലെ തന്നെ പ്രവർത്തിക്കും. പക്ഷേ വെയിലില്ലാത്തതുകൊണ്ട് പച്ചക്കറികൾക്ക് വലിയ ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. ഈ ടാങ്കിലെ വെള്ളം ഇതേ ലെവലിൽ തന്നെ നിൽക്കും. ഓവർഫ്ലോ പോകുന്നത് ആ ടാങ്കിലേക്കാണ്. അതുകൊണ്ട് ഈ വെള്ളത്തിന് ഇതിലത്തെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ ഗ്രോ ബെഡുകളിൽ വെള്ളം നല്ല മഴ കണ്ടിന്യൂസ് മഴ പെയ്യണമെങ്കിൽ മാത്രം വെള്ളം നിറഞ്ഞിട്ട് ഓവർഫ്ലോ പുറത്തേക്ക് പോകുന്നു മാത്രം. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പക്ഷേ ഒരു കാരണവശാലും നമ്മൾ ഈ സിസ്റ്റം ഓഫ് ചെയ്യാൻ പാടില്ല. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയ കൂടും, മത്സ്യങ്ങൾ ചത്തുപോകും, പല പല പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ സിസ്റ്റം എപ്പോഴും മഴക്കാലത്താണെങ്കിലും എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം. ഓവർഫ്ലോക്ക് നമ്മൾ സൈഫൺ ബ്രിഡ്ജുകളൊക്കെ വെച്ച് കൊടുത്തിട്ട് ഓവർഫ്ലോ ചെയ്യാവുന്നതാണ്. യാതൊരു ബുദ്ധിമുട്ടില്ലാതെ ഇത് പ്രവർത്തിക്കും. പക്ഷേ വെയിലില്ലെങ്കിൽ ഒരു രക്ഷയില്ല. പച്ചക്കറികളൊക്കെ ഒന്നും യാതൊരു നിലക്കും കണ്ടിന്യൂസ് മഴ പെയ്യണമെങ്കിൽ പച്ചക്കറികൾ നമുക്ക് കിട്ടുന്നത് വളരെയധികം കുറയും. മാത്രമല്ല പച്ചക്കറികളുടെ ഗ്രോത്തൊക്കെ വളരെയധികം കുറയും. അപ്പോൾ ആ ഒരു പ്രശ്നം മാത്രമേ മഴക്കാലത്തുള്ള, ബാക്കി ഒരു പ്രശ്നവും നമുക്കില്ല. നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ സിസ്റ്റം പ്രവർത്തിക്കാൻ പറ്റും. ഒരു കാരണവശാലും ഓഫ് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ കാര്യം മറക്കണ്ട. 13-ാം തീയതിയാണ്, ഈ മാസം 13-ാം തീയതി ശനിയാഴ്ചയാണ്. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാവരും കൃത്യം 2 മണിക്ക് തന്നെ എത്തിച്ചേരണം. നമുക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും കാര്യങ്ങൾ മനസ്സിലാക്കി സ്വന്തമായിട്ടൊരു അക്വാപോണിക്സ് സിസ്റ്റം ഉണ്ടാക്കാനുള്ള എല്ലാ സംവിധാനമൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാവുന്നതാണ്. താല്പര്യമുള്ള എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാവുന്നതാണ്.